നമസ്കാരം. മലയാള സിനിമാ ലോകം ആകെ നാണം കെട്ടിരിക്കുന്ന അവസ്ഥയാണ്. കാരണം ആദ്യമൊന്ന് ഹേമ കമ്മിറ്റി വഴി അതല്ലെങ്കിൽ അതിന് മുൻപായിട്ട് ലൈംഗിക ആരോപണങ്ങൾ, സ്ത്രീകൾക്കെതിരെയുള്ള ലൈംഗിക ആക്രമണങ്ങളുടെ പേരിൽ മലയാള സിനിമാ ലോകം തല കുനിച്ചപ്പോൾ ഇന്നിതാ ഇപ്പോൾ ഷൈൻ ടോമിനെ പോലുള്ള പ്രമുഖ നടന്മാരുടെ മയക്കുമരുന്ന് ഉപയോഗം, അതോടൊപ്പം തന്നെ ലഹരിക്കടത്ത് കേസിൽ പിടിക്കപ്പെടുന്ന മിക്ക ആൾക്കാരും അല്ലെങ്കിൽ കാരിയേഴ്സും പറയുന്നത് മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ സിനിമാ ലോകത്തേക്ക് വേണ്ടിയിട്ട് സിനിമയിലുള്ള പ്രമുഖ നടന്മാർ പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ ഇത് കൊണ്ടുവന്ന രീതിയിലുള്ള അപവാദങ്ങൾ. അങ്ങനെ ആകെ കൂടെ മയക്കുമരുന്നിനാൽ നാണം കെട്ട് മുങ്ങിക്കുളിച്ച് നിൽക്കുകയാണ് മലയാള സിനിമാ ലോകം. അക്കൂട്ടത്തിൽ ഷൈൻ ടോം എന്ന് പറഞ്ഞ പ്രമുഖ നടൻ, അദ്ദേഹത്തെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് കൊക്കെയിൻ കേസിൽ നിന്ന് വിടുതൽ ചെയ്തത്, അതായത് വെറുതെ വിട്ടതായി കോടതി അറിയിച്ചത്. അതിന്റെ പേരിൽ അദ്ദേഹം കുറെ അഹങ്കാര വർത്തമാനങ്ങൾ ഒരു സാറ്റലൈറ്റ് ചാനലിന് മുമ്പിൽ ഇരുന്ന് ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി. നിങ്ങൾ എല്ലാവരുമാണ് എന്നെ മയക്കുമരുന്ന് അഡിക്റ്റ് ആക്കുന്നത്, അല്ലെ എന്നെ പ്രതിയാക്കി വെച്ചിരിക്കുന്നത്, എന്നെ കോടതി വെറുതെ വിട്ടിട്ടും വെറുതെ വിടാത്തത് മാധ്യമങ്ങളാണ് എന്ന രീതിയിൽ വളരെ അഹങ്കാരത്തോടുകൂടി വളരെ അധിക്ഷേപപരമായി ആ സാറ്റലൈറ്റ് ചാനലിലെ പ്രമുഖ അവതാരകനോട് സംസാരിച്ചതിന് ശേഷം ഒരു മര്യാദയും ഇല്ലാതെ ആ ഇന്റർവ്യൂവിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ് അദ്ദേഹം ചെയ്തത്. എന്നാൽ ആ 2 ദിവസങ്ങൾക്ക് ഇപ്പുറം അദ്ദേഹത്തോടൊപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമ ലൊക്കേഷനിൽ താൻ അനുഭവിച്ച ദുരനുഭവങ്ങളെ കുറിച്ച് നടി വിൻസി അലോഷ്യസ് വിളിച്ചു പോവുകയുണ്ടായി. അതിന്റെ പേരിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ മയക്കുമരുന്ന് ഉണ്ട് എന്ന രീതിയിൽ തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ചാടി ഓടുന്നു ഹോട്ടലിൽ നിന്ന്. അങ്ങനെ കുറെ കോലാഹലങ്ങൾ മലയാള സിനിമയിൽ, അല്ലെങ്കിൽ കറുത്ത അധ്യായങ്ങൾ ഷൈൻ ടോം മൂലം മലയാള സിനിമയ്ക്ക് വീണ്ടും തുറക്കപ്പെട്ടിരിക്കുകയാണ്. എന്നാൽ ഷൈൻ ടോം ചില ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പങ്കുവച്ചത്. അദ്ദേഹത്തെ പിന്നീട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി, ജാമ്യത്തിൽ വിടുകയും ചെയ്തു. എങ്കിലും ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞ വാർത്തകൾ, അദ്ദേഹം പറഞ്ഞ അവിടുത്തെ സിനിമ ലോകത്തെ കാര്യങ്ങൾ ഇച്ചിരി ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഷൈൻ ടോമിനോടൊപ്പം തന്നെ ഇതേ അലിഗേഷൻ കേട്ട അല്ലെങ്കിൽ ഇതേ ആരോപണം കേട്ട ഒരു നടൻ കൂടെ ഉണ്ടായിരുന്നു, ശ്രീനാഥ് ഭാസി. എന്തിനാണ് ഞങ്ങളെ രണ്ടുപേരെയും മാത്രം നിങ്ങൾ കുറ്റം പറയുന്നത്? മലയാളത്തിലെ പ്രമുഖ പല നടന്മാരും, അതായത് ഇന്ന് നമ്മൾ കാണുന്ന അഭിനയ പ്രതിഭകളിൽ പലരും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരാണ്, അല്ലെങ്കിൽ മയക്കുമരുന്നിന് അഡിക്റ്റ് ആണെന്ന് തന്നെയാണ് ഷൈൻ ആരോപിച്ചത്. ഷൈന് അതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുമാത്രമല്ല ആലപ്പുഴയിൽ 2 കോടിയുടെ ഹൈബ്രിഡ് കഞ്ചാവ് പിടിച്ചപ്പോൾ ആ കാരിയർ പറഞ്ഞത്, സുൽത്താന പറഞ്ഞത്, ഷൈൻ ടോമും അതോടൊപ്പം ശ്രീനാഥ് ഭാസിയും ആവശ്യപ്പെട്ടിട്ടുണ്ട്, എന്നോട് അവർക്ക് ഞാൻ കഞ്ചാവ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. എന്നാൽ ഷൈൻ ടോം ആരോപിക്കുന്നത് ആലപ്പുഴയിൽ ഞങ്ങൾ മാത്രമല്ല, വേറെ പ്രമുഖ പല നടന്മാരും ആലപ്പുഴയിലുണ്ട്. ആലപ്പുഴയിൽ പ്രമുഖ നടൻ ആവശ്യപ്പെട്ടതിന്റെ ഭാഗമായിട്ടാണ് ഈ 2 കോടി കഞ്ചാവ് അവിടെ എത്തിച്ചതെന്നാണ് ഷൈനിന്റെ ആരോപണം. എന്തുകൊണ്ടാണ് ഞങ്ങളെ മാത്രം ഇത് ഫോക്കസ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നത്? ഞങ്ങൾ ഒരിക്കൽ ആരോപിതരായത് കൊണ്ടാണോ എന്ന രീതിയിലാണ് ഷൈൻ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അത് മാത്രമല്ല, തനിക്ക് നന്നായിട്ട് വളരെ വ്യക്തമായിട്ട് മലയാള സിനിമയിൽ ആരൊക്കെ ഏതൊക്കെ പ്രമുഖ നടന്മാർ കഞ്ചാവ് ഉപയോഗിക്കുന്നുണ്ട്, അല്ലെങ്കിൽ MDMA ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാമെന്നാണ് ഷൈൻ വിളിച്ചു പോകുന്നത്. ഇനി കൂടുതൽ ചോദ്യം ചെയ്യലിനായിട്ട് ഷൈനെ ഓഫീസിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ വിളിപ്പിച്ചിട്ടുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ കേട്ട് മലയാള സിനിമയിലെ പലരും തലയിൽ മുണ്ടിട്ട് ഓടേണ്ട അവസ്ഥ വരുമോ, ഇനി ഒളിവിൽ പോകേണ്ട അവസ്ഥ വരുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടിവരും. വേറൊന്നും കൊണ്ടല്ല, മലയാള സിനിമ ആകപ്പാടെ കഴിഞ്ഞ ഒരു 2024 പകുതി മുതൽ 2025 ഈ ദിവസം വരെയും ലൈംഗിക ആരോപണങ്ങൾ കൊണ്ടും പെണ്ണ് വിഷയങ്ങൾ കൊണ്ടും അതോടൊപ്പം തന്നെ മയക്കുമരുന്നിന്റെ അപവാദങ്ങൾ കൊണ്ടും തല കുമ്പിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അത് മാത്രമല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് പറയുന്ന 200 സിനിമകൾ കഴിഞ്ഞ 2024 200 സിനിമകൾ റിലീസ് ചെയ്തതിൽ ആകെ വിജയിച്ചെന്ന് പറഞ്ഞ 20 സിനിമകൾ മാത്രമാണ്. അങ്ങനെ സാമ്പത്തികമായിട്ടും അതുപോലെ മറ്റു രീതികളിലും മലയാള സിനിമ ഒന്നാകെ തകർന്നടിഞ്ഞ് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ് മലയാള സിനിമാ രംഗം. കഴിവുള്ള കലാകാരന്മാരുണ്ടായിട്ടും നടന്മാരും നടിമാരും ഉണ്ടായിട്ടും കുറെ മാനദണ്ഡങ്ങൾ മലയാള സിനിമയ്ക്കുണ്ട്. ഒന്നെങ്കിൽ സംവിധായകന്റെയോ തിരക്കഥാകൃത്തിന്റെയോ അല്ലെങ്കിൽ ടെക്നീഷ്യന്മാരുടെയോ കൂടെ കടന്നു കൊടുക്കണം നടിമാർ, ഇല്ലെങ്കിൽ അവരുടെ കാര്യം പോക്കാണ്, അല്ലെങ്കിൽ ഇതുപോലുള്ള മയക്കുമരുന്ന് കാര്യങ്ങൾക്ക് കൂട്ടു നിൽക്കണം. എന്താണ് മലയാള സിനിമ ഇവിടെ ശരിക്കും മലയാള സിനിമ എന്ന് പറയുന്നത്? മലയാള സിനിമ ഇനി അന്യം നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്ന് പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം സിനിമയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി വരുമ്പോൾ ഈ മഹാനടന്മാർ, നമ്മുടെ മഹാനടന്മാരിലെ സിനിമയെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. പക്ഷേ ഇനിയും ഇങ്ങനെ തുടരുകയാണെങ്കിൽ മറ്റ് പല കഴിവുള്ള നടന്മാരും അന്യഭാഷകളിലേക്ക് ചേക്കേറുകയും അവരുടെ ഭാഷാ ചിത്രങ്ങൾ ഫ്ലറിഷ് ആവുകയും മലയാള സിനിമ തകർന്ന് തരിപ്പണമായി പോവുകയും ചെയ്യുമോ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു. കാരണം നല്ലതൊന്നും മലയാള സിനിമയിൽ നിന്ന് കേൾക്കാനില്ല, നല്ല സിനിമകളില്ല. 1-2 സിനിമകൾ, ഈ കുറച്ച് സിനിമകളല്ലാതെ ആടുജീവിതമോ പ്രേമലുവോ അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പോലീസ് ഓൺ ഡ്യൂട്ടി, ഓഫീസർ ഓൺ ഡ്യൂട്ടി ഒക്കെ പോലുള്ള കുറച്ച് സിനിമകളല്ലാതെ, എമ്പുരാൻ പോലെയുള്ള കുറച്ച് സിനിമകളല്ലാതെ എന്ത് സിനിമകൾ, കലാമൂല്യമുള്ള എന്ത് സിനിമകളാണ് ഇപ്പോൾ മലയാളത്തിൽ ഇറങ്ങുന്നത്? അപ്പൊ ഇതിന്റെയൊക്കെ കാരണം, അതിന്റെയൊക്കെ ഒരു ദാരിദ്ര്യം സംഭവിക്കുന്നത് വേറൊന്നുമല്ല, ഇങ്ങനെയുള്ള മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ടുള്ള കലാകാരന്മാരാണ് മലയാള സിനിമയിൽ എങ്കിൽ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ
കലാമൂല്യമുള്ള സിനിമകൾ മുന്നോട്ട് വരാത്തത്, അല്ലെങ്കിൽ കലാമൂല്യമുള്ള കഥകൾ മുന്നോട്ട് വരാത്തതിന്റെ കാരണം ഒരുപക്ഷെ ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും, സ്ത്രീക്കും അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ലഹരികൾക്കും അഡിക്റ്റായി കലാകാരന്മാരും അണിയറ പ്രവർത്തകരും എഴുത്തുകാരും ഒക്കെ പോകുന്നതുകൊണ്ടാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയാണെന്ന് ഇപ്പോഴുള്ള സംഭവങ്ങൾ നമ്മളെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ അല്ലെങ്കിൽ മാത്രമേ ഇനി മലയാള സിനിമയ്ക്ക് ഒരു രക്ഷയുണ്ടാവുകയുള്ളൂ. ഷൈൻ ടോമിനെ പോലുള്ള കലാകാരന്മാരെ ശിക്ഷിച്ചുകൊണ്ട് എന്ത് കാര്യം? മറിച്ച് അങ്ങനെയുള്ള കലാകാരന്മാരെ സിനിമാ രംഗത്ത് നിന്ന് തുടച്ചു നീക്കിക്കൊണ്ട് നല്ല നല്ല കഴിവ് ലഹരിയാക്കിക്കൊണ്ട്, ആ പാഷൻ ലഹരിയാക്കിക്കൊണ്ട്, സിനിമ ലഹരിയാക്കിക്കൊണ്ട്, തിരക്കഥ ലഹരിയാക്കിക്കൊണ്ട് നടക്കുന്ന യുവാക്കളെ കണ്ടെത്തി സിനിമയിലേക്ക് സ്വീകരിക്കുക. എങ്കിൽ മലയാള സിനിമ എക്കാലത്തെയും ഏറ്റവും നല്ല ഫിലിം ഇൻഡസ്ട്രിയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നന്ദി.